എത്ര പേര് വരെ ബോഡി കൗണ്ട് പോയിട്ടുണ്ടായിരിക്കും? ആൾമോസ്റ്റ് ഒരു 60-70. ചിലർ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലർ ഒരു 3-4 മാസത്തിൽ ഒരു വട്ടം. എൻ്റെ അറിവിൽ ഒരു 60-70 പേര് ഉണ്ടാവും. ഇപ്പോൾ താങ്കളോട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വാർത്ത എന്താന്ന് ചോദിച്ചാൽ, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്, അതായത് പുരുഷ വേശ്യകൾ. നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് സ്ത്രീകളാണ് അങ്ങനൊരു സെക്സ് വർക്കേഴ്സിന് ആയിട്ട് പോകുന്നതെന്ന്. ഇത് ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ, അതായത് പോർട്ടൽ ബൈ ഗഡാഫി എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോയാണ്. പുരുഷ ലൈംഗിക തൊഴിലാളികൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. എന്തായല്ലേ കാലം പോയൊരു പോക്കേ. പണ്ടൊക്കെ പണ്ടെന്നല്ല, എപ്പോഴും വല്ല മറവിൽ ആരും അറിയത്തില്ലാത്ത രീതിയിൽ അതീവ രഹസ്യമായിട്ടൊക്കെ കരുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പ്രൊഫഷൻ എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. വിയർപ്പിൻ്റെ അസുഖം ഉണ്ടായിരിക്കും. കാരണം ഈ പുരുഷന്മാർ ഇപ്പോൾ ഇതിൽ പറയുന്നിരിക്കുന്ന ആ മനുഷ്യന് നല്ല ആരോഗ്യമുള്ളവനാണ്, അധികം പ്രായമില്ലാത്തവനാണ്. ഇവനൊക്കെ പണിയെടുക്കാൻ നല്ല തണ്ടും തടിയുമുള്ള ഒരു ഇതാണ്. അപ്പോൾ ശരീരം വേർക്കും. വേർപ്പിൻ്റെ അസുഖമുള്ള ആളുകളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള മടിയന്മാർ ഇപ്പോൾ ഇത് പെട്ടെന്ന് ഒറ്റ ഒരു ട്രിപ്പിൽ തന്നെ 15,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് ഇവരുടെ കൂലി എന്ന് പറയുന്നത്. അതും സെലിബ്രിറ്റീസ് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. സ്ത്രീകളെ തേടി അങ്ങോട്ട് പുരുഷന്മാർ പൈസ കൊടുത്ത് പോകുന്ന കാലത്തുനിന്ന് മാറി ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്, പുരുഷന്മാരെ ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പൈസ കൊടുത്ത്, അതും അവരുടെ അവരുടെ വരുമാനത്തിൻ്റെ, അതായത് റിച്ച് ടീമാണെങ്കിൽ അതനുസരിച്ച്, അത്രയും പൈസ ഉള്ളവരല്ലെങ്കിൽ അതനുസരിച്ച്, അങ്ങനെ ഓരോ രീതിയിലാണ് ഇവർ ചാർജ് ഈടാക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ സെലിബ്രിറ്റീസ് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. നടിമാരൊക്കെ ഉണ്ട്. അവരവരുടെ മേക്കപ്പ് മാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ബോഡി ഗാർഡായിട്ടോ ആ ലെവലിലാണ് ഇവർ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം കാണുമ്പോൾ നമ്മളൊക്കെ ഓർക്കും, പല സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കൂടെ കുടയൊക്കെ ചൂട് പിടിച്ച് അവരെ വെയിൽ കൊള്ളിപ്പിക്കാതെ, അല്ലെങ്കിൽ മേക്കപ്പ് ബോക്സും മേക്കപ്പ് ഇടുന്ന ബാഗും ഒക്കെ ആയിട്ട് പുറകെ നടക്കുന്ന ഒരുപാട് ആളുകളെ, ഇവരുടെയൊക്കെ ബോഡി ഗാർഡായിട്ടും ഒക്കെ നടക്കുന്ന ആളുകളെ കാണാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നാണ് എല്ലാവരും ഉദ്ദേശിച്ച് പറയുന്നില്ല. ഈ മനുഷ്യൻ തന്നെ അയാളുടെ ജീവിതത്തിലെ കഥ പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവരുടേതായ ഇടങ്ങൾ, അവർക്ക് അത്രയും സേഫ്റ്റി ആയിട്ട് തോന്നുന്ന ഇടങ്ങളിലേക്കാണ് ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും, ഈ ആണുങ്ങൾ നല്ല ഇതൊരു നല്ലൊരു പ്രൊഫഷനാണെന്ന് ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ട് ആരും ഇത് തിരഞ്ഞെടുക്കാൻ പോകരുത്. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ, അത് മാത്രമേ നമ്മുടെ കുടുംബത്തിന് ഉപകരിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്ത് പണം സമ്പാദിക്കാമെന്ന് പോയാൽ അതൊക്കെ ഒറ്റയടിക്ക് ഒരു രോഗം വന്നോ ഏതെങ്കിലും ലെവലിൽ അത് ഇല്ലാതായി പോവുക തന്നെ ചെയ്യും. ഇവനൊക്കെ എന്തിൻ്റെ സൂക്കേടാണെന്ന് അത് തോന്നുന്നു ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത്. കാരണം ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. ഇത്രയും നാണം കെട്ട ഒരു പരിപാടിക്ക് പോവുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം ലജ്ജയും അതോടൊപ്പം തന്നെ ഒരു അറപ്പും തോന്നുന്ന ഒരു വാർത്തയാണ്. ഇപ്പം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഇവർ പറയും അവരുടെ വീട്ടിലെ ജീവിത സാഹചര്യം, കഷ്ടപ്പാട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തോരം മനുഷ്യർ കഷ്ടപ്പെട്ടിട്ട്, കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നല്ല തൊഴിലുകൾ കണ്ടെത്തി അതിൻ്റെ പുറകെ പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അല്ലാതെ ഇതുപോലുള്ള ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന ആളുകളെ ഒരിക്കലും ഇവരൊരു റോൾ മോഡലാണെന്നോ, അല്ലെങ്കിൽ ഇവരുടെ പുറകെ നമുക്ക് പിൻഗാമികളായിട്ട് ഇതേ രീതിയിൽ അനുകരിച്ച് ആ പണം പെട്ടെന്ന് സമ്പാദിക്കാം, ഇങ്ങനെയുള്ള സുഖവും കിട്ടും, നല്ല രീതിയിലുള്ള ഫുഡ്, ഭക്ഷണം, പൈസ, അതുപോലെ തന്നെ നല്ല സെറ്റപ്പ് കാര്യങ്ങൾ, AC റൂം, അതൊക്കെ നല്ല ഇതായിട്ട് നടക്കാം എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ
അതൊന്നും ഒരിക്കലും നിലനിൽപ്പല്ല. അതൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ആളുകളുടെ വിലയൊക്കെ ഇല്ലാതായിപ്പോയി. ഇപ്പം തന്നെ ഈ മനുഷ്യൻ വന്ന് വലിയ ഇതിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. പക്ഷേ മുഖം മൂടിയാണ് വന്ന് മാസ്ക് ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. അതേസമയം നല്ലൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുവാണെങ്കിൽ അദ്ദേഹം നല്ല ടിപ്പായിട്ട് വന്നിട്ട് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് മുഖം കാണിച്ച് ഫേസ് കാണിച്ച് തന്നെയായിരിക്കും സംസാരിക്കുക. ഇതിപ്പം ഫേസ് കാണിക്കാൻ പോലും പറ്റുകയില്ലാത്ത രീതിയിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അയാൾക്ക് എന്തുമാത്രം അയാളുടെ തൊഴിൽ മോശമാണെന്ന് അയാൾക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾ ഇങ്ങനെ വന്ന് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ പഹയൻ്റെ ജീവിത സാഹചര്യം, ജീവിത കഥകൾ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, എത്ര രൂപ കിട്ടുന്നു എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഒന്ന് കേട്ടിട്ട് വരാം. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ആ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും അതേ റെസ്പെക്റ്റും അതേ ഡിഗ്നിറ്റിയും ആവശ്യമുണ്ട്. അതൊരു പോൺ ആക്ടർ ആണെന്നുണ്ടെങ്കിലും ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായി വി ആർ ഫീച്ചറിങ് എ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന പോഡ്കാസ്റ്റ്. ഹായ് യു ഗൈസ് വാച്ചിങ് പോർട്രേയൽസ് ബൈ ഗദ്ദാഫി. ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളൊരു അലർട്ട് പറയുകയാണ്. ഇതിൽ പരാമർശിക്കുന്ന ആളുടെ ജീവിതം അതൊരു കഥയായി അയാളുടെ ജീവിതമായിട്ട് തന്നെ എടുക്കുകയും അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവാനോ മോട്ടിവേറ്റ് ആവാനോ പാടില്ല എന്നുള്ള ഒരു അഭ്യർത്ഥന ആദ്യമേ പറയുകയാണ്. സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ടും കുറച്ച് പ്രൈവസി റീസൺസ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ നിങ്ങളുടെ പേര് പരാമർശിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ മുഖം റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് എനിക്കറിയാം. കേരളം പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അവരുടെ ലൈഫ് പല മാധ്യമങ്ങളിലൂടെ പല മീഡിയത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ലൈഫ് എങ്ങനെയാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇവിടെ കേരളത്തിൽ വളരെ സജീവമാണോ? എങ്ങനെയാണ് ഒരു ജിഗോളുടെ ലൈഫ് ഇവിടെ? അത് കേരളത്തിൽ മാത്രമല്ല, ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. തമിഴ്നാട്, ബാംഗ്ലൂർ, മുംബൈ, സ്പെഷ്യലി കേരളം അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും എല്ലാവരും വിളിക്കാറുണ്ട്. വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോകും, എല്ലാവരെയും കാണും. അവരെന്തൊക്കെ പറയുന്നു അവരുടെ ഇഷ്ടത്തിന്. അതായത് ഇപ്പോൾ നോർമലി എല്ലാവർക്കും ഫീലിങ്സ് ഉള്ളതാണ്. അതുകൊണ്ട് അവരവരുടെ ഫീലിങ്സ് ഒക്കെ കുറെ അനുഭവമുണ്ട് ഞങ്ങൾക്ക്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ വ്യക്തിനെ കാണുമ്പോഴും പുറം ലോകത്ത് അവരൊരു എന്താ പറയാൻ വേണ്ടി ഒരു പുറത്ത് അവരുടെ ലൈഫ് ഒരുമാതിരിയാണ്. പക്ഷെ ഒരു ബെഡ്റൂമിനകത്ത് പോകുമ്പോൾ അവരുടെ സ്വഭാവവും അവരുടെ ക്യാരക്ടറും അത് വേറെ ഒരു രീതിയാണ്. ഓക്കെ, നമുക്കൊക്കെ അറിയാത്ത വളരെയധികം സ്വകാര്യ ജീവിതത്തിൽ അവർ ഈ പറയുന്ന പോലെ അവരുടെ സെക്ഷൽ ഫാന്റസീസ് ഒക്കെ നിങ്ങൾ റിവീൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ കാരണം? അതായത് ഇതൊരു ലൈഫിന്റെ ഭാഗമായിട്ട് ഒരു ചോയ്സ് ആയിരുന്നു, അതല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷൻ കൊണ്ട് എത്തിച്ചതാണോ ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക്? എന്താ പറയാ? ഇല്ല, എനിക്കൊരു എൻ്റെ ഒരു ലൈഫിന്റെ സാഹചര്യം സിറ്റുവേഷൻ കൊണ്ട് ഞാൻ പിന്നീട് ഇതിനെ ചൂസ് ചെയ്തതാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇതിനെ ചൂസ് ചെയ്തില്ല. കുറെ ഓഫർ എനിക്ക് ഉണ്ടായിരുന്നു. ഇതിൽ വരുന്നു, ചെയ്യുന്നു, നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും, അങ്ങനെയൊക്കെ കുറച്ച് പേര് പറഞ്ഞിരുന്നു. അപ്പൊ ഞാനിത് ചൂസ് ചെയ്തില്ല. പിന്നീട് എനിക്ക് എൻ്റെ ലൈഫ് അതിന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാനിത് ചൂസ് ചെയ്തതാണ്. ഒരു ജിഗോളോനെ പറ്റി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജഡ്ജ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് പല ആൾക്കാരും ചിലപ്പോൾ കളിയാക്കാനുള്ള ചാൻസ് ഉണ്ട്, മാറ്റി നിർത്താനുള്ള ചാൻസ് ഉണ്ട്, ഒറ്റപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പ്രൊഫഷൻ സെലക്ട്? എനിക്ക് കുറെ സ്ഥലത്ത് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയുന്ന കുറച്ച് പേര് എന്നെ ഒറ്റപ്പെടുത്തി, നിനക്ക് ആരാടെ ഇവിടെയൊക്കെ വീട് തന്നത്, നിന്നെ ആരാ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നത്. ഞാൻ ഒരു വാടക വീട്ടിൽ താമസിച്ചപ്പോൾ അടുത്തുള്ള 1-2 പേര് അറിയുന്നവരുണ്ടായിരുന്നു. നിനക്ക് ആരാ ഇവിടെ വീട് തന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എനിക്ക്. പിന്നീട് ഞാൻ നാട് വിട്ടു പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ നാട്ടിലല്ല, പുറത്തു ഒരു സ്ഥലത്താണ് ഇപ്പോൾ. അപ്പൊ എന്തുകൊണ്ട് അപ്പൊ വേറെ പല ഓപ്ഷൻസ് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രൊഫഷൻ തന്നെ മതി എന്നുള്ള തീരുമാനിക്കാനുള്ള പിന്നിലുള്ള? ആക്ച്വലി ഞാൻ എന്നെ കുറിച്ച് പറയണം, എനിക്ക് അത്രയ്ക്കും ക്വാളിഫൈഡ് അല്ല ഞാൻ. പിന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഈ പ്രൊഫഷനിൽ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. കുറെ പേര് റെഫർ ചെയ്യുമ്പോഴും ഒരു സമയത്തൊക്കെ ഞാൻ ഇത്രയ്ക്കും ആകുമോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് കുറെ പേര് എന്നെ റെഫർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ച്, അപ്പൊ ഞാൻ അത്രയ്ക്കും കൊള്ളാമോ, എന്നെ കുറെ പേര് ഇങ്ങനെ റെഫർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അനുസരിച്ച് ഞാൻ അങ്ങനെ മാറിയതാണ്. എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പൊ ജോലിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ താങ്കളോട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. വളരെ സജീവമായിട്ട് തന്നെ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സിൽ അപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെ സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? അതിൻ്റെ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്ക്,
അങ്ങനെ കുറേ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഇതുവഴിയാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ. സ്റ്റാർട്ടിങ്ങിൽ കോൺടാക്ട് ചെയ്ത ഉടനെ മീറ്റ് ചെയ്യാമോ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഫസ്റ്റ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. നമുക്കറിയാമല്ലോ അവർ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ഫുള്ള് ചാറ്റിങ്ങും വിളിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കും, ഒരു ദിവസം എൻ്റെ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാമോ, നമുക്ക് എവിടെയെങ്കിലും ഷോപ്പിംഗ് പോകാമോ, അല്ലെങ്കിൽ ഒരു പിക്നിക് പോലെ പോകാമോ, ഒരു ദിവസം നിങ്ങളുടെ പേയ്മെന്റ് എത്രയാണ് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ അതിൽ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ സിനിമയിൽ ഉള്ള ഇപ്പോൾ നടിമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഇവരുടെയൊക്കെ പ്രൈവസി ഭയങ്കര ഇവർ വളരെയധികം സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ അവരുടെ പ്രൈവസി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ സ്ഥലത്താണ് അവർ വിളിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പുറത്തുള്ളവർ കാണുമ്പോഴും അങ്ങനെ വേറെ സംശയിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒന്നുമില്ലായിരിക്കും. അവർ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് കുറെ കോണ്ടാക്ട് ഒക്കെ കാണുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവരുടെ കൂടെ പോകുന്നത്. ഓക്കെ. ആരാ അപ്പം നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്, എങ്ങനെയാണ്? എന്താ അപ്പം നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണോ, അല്ലെങ്കിൽ നിങ്ങളെ സമീപിക്കുന്ന ക്ലയൻസ് ആണോ? ഇല്ല, ഞങ്ങളുടെ റേറ്റ് ഞങ്ങളാണ് ഫിക്സ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു ദിവസം ഇത്ര രൂപ വേണം. അതായത് ഇപ്പം ഞങ്ങളെ പോലെ വേറെ കുറെ പേരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ മാത്രമല്ല ഈ ഫീൽഡിൽ, എനിക്കറിയാവുന്ന വേറെയും 1-2 പേരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ അടുത്തേക്ക് ചോദിക്കും നിങ്ങളുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് പെർ ഡേക്ക് ഇത്രയാണ്, ഇതാണ് റേറ്റ് എന്ന് പറയും. അപ്പൊ ഞങ്ങൾ അതനുസരിച്ചിട്ട് എന്റെ കപ്പാസിറ്റിയുള്ള റേറ്റ് ഞാൻ ഫിക്സ് ചെയ്യും. ഓക്കെ. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? എങ്ങനെയാണ് ആ റേറ്റ്? ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ്സിലത്തെ ആൾക്കാരാണ്, അതിന് മുമ്പ് ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാമല്ലോ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 നിന്നും ഒരു 20-22 അങ്ങനെയൊക്കെ. കുറച്ച് റിച്ചഡ് ഒക്കെ ആണെങ്കിൽ 25 to 50. ഓക്കെ. ആള് ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. അല്ല പഴയ രീതിയിൽ പോയി ഒരു പറയുടെ പിറകിൽ പോയി നിന്നുള്ള പരിപാടിയൊന്നുമല്ല. അല്ല AC റൂമിൽ വിയർപ്പിൻ്റെ അസുഖമൊന്നും വരികയില്ല. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി നന്നായിട്ട് നോക്കുന്നുണ്ട്. HIV ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് നോക്കുന്നുണ്ട്. കാരണം അത്രയും അധ്വാനമുള്ള പണിയാണല്ലോ. അപ്പം നല്ല ഇതായിട്ട് തന്നെ ശരീരമൊക്കെ നല്ല ഉടയാതെ നല്ല സെറ്റപ്പിൽ നിൽക്കണം. ജിമ്മിലൊക്കെ പോയി നല്ല മസിലൊക്കെ നല്ല ഇതാക്കി നല്ല ആരോഗ്യമുള്ളവനായിട്ട്, അല്ലെങ്കിൽ നല്ല സ്പ്രേ ഒക്കെ അടിച്ച് നല്ല ടിപ്പായിട്ട് നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ച് അങ്ങനെ സെറ്റപ്പിൽ നടക്കുന്ന സൈസുള്ള പിന്നെ ജോലിക്കാരാണ് ഇവർ, വർക്കേഴ്സാണ് ഇവർ. അപ്പം അവരങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 15,000 രൂപ മുതൽ 50,000 രൂപ വരെ ഒരു ആളോട് വാങ്ങിക്കാനുണ്ട്. അത് അവരുടെ അവരുടെ വരുമാനം, അത് അവരുടെ എങ്ങനെയുള്ള ആളുകളാണ്, റിച്ചാണോ അതോ സാധാ ആൾക്കാരാണോ, അതൊക്കെ ആ ക്ലയൻറ്റിൻ്റെ അനുസരിച്ചാണ് വാങ്ങിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മാസത്തിൽ 2-നും 5-നും ഇടയിലുള്ള ആളുകളെയാണ് ഇവർ എടുക്കുന്നത്. അതായത് 5 പേർ, എന്തായാലും 2 പേര് കുറയാതെ 5 പേര് വരെയുള്ള, 5 കൂടുതൽ പോവുകയില്ല. അത്രയും മതി. എന്നിട്ടെങ്കിലും അവർക്കൊരു മാസത്തെ ശമ്പളം എന്ന് പറയുമ്പോൾ 1,00,000 രൂപ മേളിലൊക്കെ കിട്ടുമായിരിക്കും. അതായിരിക്കും 5 കൂടുതൽ അങ്ങനെ ആർത്തി പിടിച്ച് പോകേണ്ട കാര്യമില്ല. ഒരാൾ വരുമ്പോൾ തന്നെ 15,000 രൂപ കുറഞ്ഞത് കിട്ടും. കുറച്ച് 1 മണിക്കൂറോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ടൈമിങ്, അങ്ങനെ വല്ലതും ആയിരിക്കും. എന്തായാലും അധികം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ സാധാരണക്കാരായ പുരുഷന്മാർ രാവിലെ 8 മണിക്ക് തൂമ്പ എടുത്താൽ വൈകിട്ട് 5 മണി വരെ പണിതിട്ട് 1,000 രൂപ കഷ്ടപ്പെട്ട് വേർത്ത് കുളിച്ച് മേടിക്കുന്ന പോലെയല്ല ഇവർ നല്ല AC റൂമിലെ സെറ്റപ്പിൽ കിടന്നിട്ട് മണിക്കൂറിന് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ചിലപ്പോൾ കൂടിപ്പോയി എടുത്തിട്ട് 15,000 രൂപ മുതൽ 50,000 രൂപ വരെയും വാങ്ങുന്ന ആ ഒരു രീതിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത്രയും സെറ്റപ്പിലുള്ള ജീവിതമാണ്, അത്രയും സെറ്റപ്പായിട്ടുള്ളൊരു പ്രൊഫഷനാണ്. പറയുന്നത് നമ്മുടെ ഡോക്ടർമാർ, എഞ്ചിനീയർമാരെക്കാളും ഒക്കെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള വരുമാനം സമ്പാദിക്കുന്ന രീതിയാണ് ഈ മനുഷ്യൻ പറയുന്നത്. സംസാരം കേട്ടിട്ട് ഇത്ര എനിക്ക് മലയാളം അറിയാമെങ്കിലും അതൊരു മലയാളി അല്ലാത്ത രീതിയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ സേഫ്റ്റി നോക്കും. പിന്നെ ഈ മനുഷ്യന് 70 ആളുകളുമായിട്ട് വരെ സെക്സ് ചെയ്തിട്ടുണ്ട്. 70 ആളുകൾ എന്ന് പറയുമ്പോൾ 70 സ്ത്രീകൾ. ഇതൊരു പുരുഷനാണ്, സ്ത്രീകളെയാണ് ഇദ്ദേഹം സ്ത്രീകളുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് ഉള്ളത്. അപ്പോൾ 70 സ്ത്രീകളോളം അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഫേസ്ബുക്ക് അങ്ങനെ പല സോഷ്യൽ മീഡിയ, അല്ല ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതിൽ മെസ്സേജുകൾ അയച്ച് ആദ്യം ഒരു ദിവസം ചാറ്റ് ചെയ്യും. അവരെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴേ അവർക്കറിയാമല്ലോ എന്താണ് ഇവരുടെയൊക്കെ ആവശ്യമെന്നുള്ള കാര്യം അറിയാം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. വെറുതെ തമാശ പറഞ്ഞിരിക്കാനോ പാട്ട് പാടാനോ കഥ കേൾക്കാനോ അല്ല. അപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണെന്നറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഫേസ്ബുക്ക് വഴിയോ അങ്ങനെയൊക്കെ വാട്സപ്പ് വഴി അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചാണ് ഇവരുമായിട്ട് ആദ്യമേ ബന്ധം സ്ഥാപിക്കുന്നത്. പിന്നീട് റേറ്റ് പറയും.
ആ ആൾക്ക് എങ്ങോട്ടാണ് അവരുടെ സൗകര്യം അനുസരിച്ചുള്ള സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇവരെ വിളിക്കുന്നു. അങ്ങനെ ഇവർ പോകുന്നു. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഭയങ്കര ഹൈജീൻ, അവർക്ക് ഭയങ്കര വൃത്തി അത്യാവശ്യമുള്ള ആളുകളാണ്. പിന്നെ കുറച്ച് 2-3 സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്, വൃത്തിയില്ലാതെ വന്നിട്ട് നിന്നപ്പോൾ അവരെ ഒഴിവാക്കി വിട്ടു. അങ്ങനെ അത്രയും ഭയങ്കര സെറ്റപ്പായിട്ടുള്ള പിന്നെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആളുകളാണ് ഇവർ എന്ന് പറയുന്നത്. ഇപ്പം സ്ത്രീകൾ മാത്രമല്ല ഈ സെക്സ് വർക്കേഴ്സായിട്ട് ഇപ്പം നിൽക്കുന്നത്, പുരുഷന്മാരും ഉണ്ട് എന്ന് നമ്മളെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ കൂടെ മനസ്സിലാക്കി തന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഈ ഇതുപോലുള്ള പുരുഷന്മാർ ആരോഗ്യമുള്ളതും പ്രായം കുറവുള്ള ഇതുപോലത്തെ ചെറുപ്പക്കാരൊക്കെ വിയർപ്പിൻ്റെ അസുഖം ഉള്ളത് കൊണ്ടായിരിക്കാം ഇവന്മാരൊക്കെ ഇങ്ങനത്തെ ഈ ഫീൽഡിലേക്ക് പോകുന്നത്. പെട്ടെന്ന് ഒറ്റയടിക്ക് പണം സമ്പാദിക്കാം എന്നുള്ള രീതിയിൽ, പിന്നെ അവരുടെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് സമൂഹത്തിൽ ഇവരെന്ത് മെസ്സേജാണ് ഇത് കൊടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനെയൊക്കെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ നടത്തുന്നത്, അതുപോലെ തന്നെ പിന്നെ ഇവരുടെ ജീവിതം ഏത് രീതിയിലായി പോകും. പിന്നെ കുടുംബം അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്, പിന്നീട് കുടുംബം അറിയുമ്പോൾ എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ എന്ത് രീതിയാണ് എന്ന് നമുക്കറിയാം. കാലം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി വന്നിരിക്കുകയാണ്. പക്ഷെ അഭിമാനത്തോട് വന്നിരിക്കുന്നവന് മുഖം ഒരിക്കലും നമ്മുടെ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ടുള്ള ആളുകളുണ്ട്, ഈ വീഡിയോ കണ്ടിട്ടുള്ള ആളുകളുണ്ട്. അവർക്കറിയാം ഇത് ഈ ചാനലിൽ കൂടെ ഒരുപാട് ആളുകൾ ജനങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള ഈ വാർത്ത. പക്ഷേ നല്ല ഒരു കാര്യമായിരുന്നു ചെയ്തതെങ്കിൽ അയാൾക്ക് അവിടെ വന്ന് മുഖം കാണിച്ച് തന്നെ സംസാരിക്കാം. അപ്പം മുഖം മറച്ചു നിൽക്കണമെങ്കിൽ ആ മനുഷ്യന് തന്നെ ബോധ്യമായിട്ടുണ്ട് താൻ ചെയ്യുന്ന കാര്യം നല്ല പ്രവൃത്തിയല്ല, അതൊരു സമൂഹത്തിന് നല്ലൊരു മാതൃകയാക്കേണ്ട കാര്യമല്ല എന്നൊക്കെ തന്നെ ഉറപ്പായിട്ടും അറിയാവുന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് മുഖം മറച്ച് വന്ന് നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? ഇത്രയും ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, ആ മനുഷ്യനെ കണ്ടിട്ട് ആരോഗ്യമുണ്ട്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ പണിയെടുത്ത് ജീവിക്കാം എന്നൊരു ഇതിലേക്ക് പോകേണ്ട ആ ഒരു രീതിക്ക്, ഈ ഒരു ലെവലിലേക്ക് പോകുന്നു. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഇത് ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാനോ അംഗീകരിക്കാനോ പറ്റുന്ന കാര്യമല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെക്കുറിച്ച് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.